ബെസ്റ്റ് ആഗ്നയ എന്ന് പറയുമ്പോൾ എല്ലാ ആഗ്നയും സ്പെഷ്യലാണ്, ഭയങ്കര സ്പെഷ്യലാണ്. ഫസ്റ്റ് ആഗ്നയ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു മൊത്തത്തില്. അപ്പം ഇപ്പം നമ്മുടെ ഇവിടെ പഠിച്ച ഏത് സ്റ്റുഡന്റിന് ആലോചിക്കുകയാണെങ്കിലും ഫസ്റ്റ് ആഗ്നയ ഭയങ്കര സ്പെഷ്യലാണ്. ആ സമയത്ത് നമുക്ക് ഇപ്പം ധ്വനി ഉണ്ടായിരുന്നു CET-യുടെ, പിന്നെ പാസറ്റിന്റെ കുറെ ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മുടെ സീനിയേഴ്സ്, അതായത് നമ്മൾ തേർഡ് ഇയർ സീനിയേഴ്സ് ആണ് തുടങ്ങിയത്. അവരിങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മുടെ കോളേജിൽ നിന്ന് ഒരു ഫെസ്റ്റ് വേണമെന്ന് തോന്നി. നമ്മുടെ ആ ഗേറ്റ് കയറുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള റൂമിൽ അവിടെ ആയിരുന്നു ഫസ്റ്റ് ആഗ്നയ മീറ്റിംഗ്. നമ്മൾ ഫസ്റ്റ് ഇയേഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു പേര് സജസ്റ്റ് ചെയ്യാൻ പറയും, ഫുൾ കോളേജിന്റെ സജഷൻ ചോദിക്കുക. പിന്നെ നമ്മുടെ ഒരു അനീഷ് എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു, അന്ന് തേർഡ് ഇയർ. പുള്ളിയാണ് ആ ലോഗോ ഡിസൈൻ ചെയ്തത്. അപ്പൊ അങ്ങനെ കുറെ ഇനീഷ്യൽ കാര്യങ്ങൾക്ക് കുറെ ഇൻവോൾവ് ആയതുകൊണ്ട് ആ ആഗ്നയ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. പിന്നെ ഞാൻ ഫൈനൽ ഇയർ ആയിരുന്നപ്പോൾ നരേഷ് അയ്യറിന്റെ ഒരു ആഗ്നയ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനെല്ലാം ഉപരി എനിക്ക് ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് സെക്കൻഡ് ആഗ്നയ, യൂഫോറിയ വന്ന ആഗ്നയ തന്നെയാണ്. ബിക്കോസ് അത് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു ആ സമയത്ത്. ഈ ഫസ്റ്റ് ആഗ്നയ സമയത്ത് ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു എക്സ്റ്റേണൽ ആയിട്ടും. അപ്പൊ പിന്നെ ഒരു ആഗ്നയ നടക്കുമോ ഇല്ലയോ എന്ന് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു, കുറച്ച് നല്ല ആരെങ്കിലും കൊണ്ടുവരും. യൂഫോറിയ ആദ്യം ചിന്തിച്ചിട്ട് പിന്നെ ഡ്രോപ്പ് ചെയ്തു. അത്രയും ഒരു രീതിയില്ല. ഇപ്പം ആ ബഡ്ജറ്റ് ഒക്കെ പറഞ്ഞ വലിയ കുറവായിരിക്കും, പക്ഷെ ആ സമയത്ത് നല്ല ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് വെച്ച് തന്നെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. സ്പോൺസർഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം ഫസ്റ്റ് ടൈം ഇൻ സൗത്ത് ഇന്ത്യ ആയിരുന്നു യൂഫോറിയ വരുന്നത്. അപ്പോ കുറെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് നടത്തിയെടുത്തു. പിന്നെ അവസാനം കുറെ പേപ്പേഴ്സിലൊക്കെ വന്നു, വൺ ഓഫ് ദി ബെസ്റ്റ് ഫെസ്റ്റ് ഇൻ സൗത്ത് ഇന്ത്യ എന്ന് പറയും. അത് പ്രോ ഷോ മാത്രമല്ല, ടെക്നിക്കൽ ആയിട്ട് ഇവന്റ്സ് ആയാലും ഭയങ്കര യൂണിറ്റി ആയിരുന്നു സ്റ്റുഡൻസിന്റെ. ആ ഫസ്റ്റ് ആഗ്നയ കഴിഞ്ഞിട്ടുള്ള ഇഷ്യൂസ് കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേർ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് യോജിച്ചു. പിന്നെ സെക്കൻഡ് ആഗ്നയ എങ്ങനെയെങ്കിലും നടത്തണം എന്നുള്ള വെച്ചിട്ട്, അപ്പൊ അത് മൊത്തത്തിൽ ഇമോഷണലിയും എല്ലാ രീതിയിലും സെക്കൻഡ് ആഗ്നയ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. അതായത് ഏതൊരു കാര്യത്തിലും എക്സ്റ്റേണൽ ആയിട്ട് ഇൻഫ്ലുവൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു കോളേജ് ആയിരുന്നു നമ്മുടെ, ഏത് കാര്യത്തിനാണ്. അപ്പൊ അതേപോലെ ആഗ്നേയയുടെ കാര്യത്തിനും ഉണ്ടായി. അത് റെസിസ്റ്റ് ചെയ്യാൻ നോക്കി. ഫിസിക്കലി നല്ല പ്രശ്നങ്ങളായി. അത് കഴിഞ്ഞിട്ടാണ് കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് കുറച്ചൊന്ന്. പക്ഷെ നമ്മളിപ്പോ ആലോചിക്കും, ഒരു കോളേജിന് വേണ്ടി ഒരു പരിപാടി നടത്തിയിട്ട് പിന്നെ കോളേജ് വരാൻ പറ്റാത്ത ഒരവസ്ഥ. കോളേജിന് വേണ്ടി ഒരു പരിപാടിക്ക് ഫുള്ള് നിന്നിട്ട് അത് കഴിഞ്ഞ് കോളേജിൽ കയറാൻ പറ്റത്തില്ല എന്നൊരവസ്ഥ. അതായിരുന്നു നമ്മളല്ല, നമ്മുടെ സീനിയേഴ്സിന്റെ അന്ന് ഫസ്റ്റ് ആഗ്നയ നടത്തിയത്. അപ്പൊ അത് മാറി വരാൻ കുറെ ടൈം എടുത്തു. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സെക്കൻഡ് ആഗ്നയ നടത്താൻ നേരത്തും ഇങ്ങനെ ഇഷ്യൂസ് വരുമെന്നൊക്കെ നമുക്ക് ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അതിൽ ആകെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഫസ്റ്റ് ആഗ്നയ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം എന്നുള്ളൊരു ഇത് വന്നു. ആഗ്നയ നടത്തണ്ട എന്നുള്ളൊരു സെറ്റപ്പ് വന്നു. അപ്പൊ അന്ന് സീനിയേഴ്സ് പറഞ്ഞ ഒരു കേസുണ്ട്, നമ്മൾ ഇത് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് അതൊരു പ്രശ്നമാണ്. അവർ കറക്റ്റായിട്ട് അത് പറഞ്ഞു തന്നു. അന്ന് ഫസ്റ്റ് ഇയർ ആയിരുന്നപ്പോൾ എനിക്കത് മനസ്സിലായില്ല, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഭാവിയിൽ ഇനി നമ്മുടെ കോളേജിൽ പഠിക്കാൻ വരുന്ന പിള്ളേർക്ക് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ ചെയ്തു, ഇല്ലെങ്കിൽ ഫ്യൂച്ചറും ഇതേപോലെ ആയിരിക്കും, ഒരു വ്യത്യാസം വരത്തില്ല. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നമ്മള് മാക്സിമം ബാക്കി പരിപാടികളെല്ലാം ചെയ്തു. സെക്കൻഡ് ആഗ്നയ അങ്ങനെ തന്നെയാണ് നടന്നത്. ചേട്ടനും പിന്നെ ഈ ആഗ്നയ എങ്ങനെയാണ് ചേട്ടന്റെ ജീവിതം ഒരു എക്സ്പീരിയൻസ്, ഈ ആഗ്നയ എക്സ്പീരിയൻസ് ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റി മനസ്സിലാക്കി? ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ കോളേജിന്റെ യൂണിറ്റി കാണാൻ കഴിഞ്ഞത് ആഗ്നയിലാണ്. ആ സമയം വരെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ലാതെ യൂണിറ്റി മൊത്തം, അതായത് അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെ. നമുക്കിപ്പോ യൂഫോറിയ ആഗ്നയ സമയത്ത് തലേദിവസം രാത്രി ഇവരുടെ ആൾക്കാർ വന്നിട്ട് പറയണം, ഇതൊന്നും ശരിയല്ല, ഈ സ്പീക്കർ മാറ്റണം, അത് മാറ്റണം, ഇത് മാറ്റണം, ഇവർക്ക് അത് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അന്ന് രാത്രി നമുക്കൊരു ബൾക്ക് എമൗണ്ട് വേണം. നാളെ പരിപാടിയാണ്, രാത്രി ഒരു ബൾക്ക് എമൗണ്ട് വേണം. എവിടെ നിന്ന് ഒപ്പിക്കുമെന്ന് അറിയില്ല. അപ്പം PTA ആയിട്ട് സംസാരിക്കുകയും PTA ഫണ്ട് തരാം, പക്ഷെ നമ്മൾ ഇത്രയും പേര് എഴുതി ഒപ്പിട്ട് കൊടുക്കണം, നമ്മൾ തിരിച്ച് ഈ ഒരു എമൗണ്ട് കൊടുക്കും എന്നുള്ളത്. അപ്പൊ അന്നൊക്കെ നമ്മൾ കാണുന്നത് ഇതിന് എഴുതി കൊടുക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അത്രമാത്രം ഒരു ഇൻവോൾവ് ആണ് ഈ പരിപാടി നടക്കണം എന്നൊക്കെ. അപ്പൊ ആ ഒരു കേസിൽ തന്നെ നമുക്ക് മനസ്സിലായി കോളേജിനെ ഒത്തൊരുമിക്കാൻ ഈ ഒരു പരിപാടിക്ക് സാധിച്ചിട്ടുണ്ട്.
പിന്നെ ഈ പറഞ്ഞ പോലെ കോളേജിന്റെ ഇഷ്യൂസ് കുറെ മാറിയത് ആഗ്നേയ എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഞാൻ ബാക്കി 3 years നമ്മൾ പഠിക്കുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ പേഴ്സണലി എനിക്ക് ഇപ്പൊ ഞാന് ഭയങ്കര പഠിപ്പിസ്റ്റൊന്നും അല്ലായിരുന്നു. അപ്പം ഒരു ഘട്ടത്തിൽ ചിലപ്പം ഡ്രോപ്പ് ചെയ്യണം എന്നുള്ള വരെയുള്ള ഒരു ചിന്ത വന്ന മനുഷ്യന്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാല് ഇതൊക്കെ കുറെ ഇങ്ങനെ ഇവന്റ്സിൽ ഇൻവോൾവ് ആയപ്പോ നമ്മളെ കൊണ്ടും പലതും പറ്റും എന്നുള്ള ഒരു ചിന്ത വരും. അങ്ങനെ തന്നെയാണ് പലരുടെയും കേസ് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഒരിക്കലും ഗിവപ്പ് ചെയ്തരുത് നമ്മൾ സീനിയേഴ്സിന്റെ സൈഡിൽ നിന്ന്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവർ പിന്നെയും കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത 3 ആഗ്നേയം നമ്മൾ 2 ആഗ്നേയം ഞാൻ ഉണ്ടാക്കിയപ്പോൾ നടത്തിയേ പറ്റുള്ളൂ. നമ്മുടെ ബാച്ചിന് മൊത്തത്തിലൊരു ഇതുണ്ടായിരുന്നു. അത് നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ കൂടാതെ ഇപ്പം നമ്മുടെ ബാച്ചിൽ തന്നെ കാണും ഭയങ്കര പഠിക്കുന്ന പിള്ളേര്. അപ്പൊ ഇവരായിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഇവരായിട്ട് വലുതായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഈ ഒരു ഇവന്റ് വന്നപ്പോഴത്തേനും അങ്ങനെയൊന്നുമില്ല. ആ ഒരു ടൈമിലാണ് നമ്മൾ ബാച്ചിൽ എല്ലാവരുമായിട്ട് കമ്പനിയായി. ഈ പിള്ളേരൊക്കെ ഇവരെല്ലാവരും ഇറങ്ങി കുറെ കാര്യങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. അപ്പോ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആഗ്നേയ എന്ന് പറഞ്ഞൊരു സംഭവം, പേഴ്സണലിയും പ്രൊഫഷണലിയും. പിന്നെ നമുക്കിപ്പം എവിടെ പോയാലും എന്തൊരു ജോബിനായാലും എന്തിനായാലും ഇതൊരു ഇത്രയും വലിയൊരു ഇവന്റ് കോർഡിനേറ്റ് ചെയ്തെന്ന് പറയുന്നത് എന്തുകൊണ്ട് നമുക്കൊരു CV വയ്ക്കാൻ പറ്റുന്ന കാര്യമാണ്. അതൊക്കെ ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, ക്രെഡിറ്റ് ആയിട്ട് തന്നെ പറയാറുണ്ട്. ബിക്കോസ് ഇപ്പോൾ യൂഫോറിയ പോലത്തെ ഒരു പരിപാടി സൗത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം വന്ന് നമ്മളാണ് ഓർഗനൈസ് ചെയ്തതെന്ന് പറയുന്നതിൽ നമുക്കൊരു പ്രൈഡും ഉണ്ട്, അതിനനുസരിച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം എല്ലാ രീതിയിലും അതിനുകൊണ്ട് നമുക്ക് പേഴ്സണലിയും പ്രൊഫഷണലിയും നല്ലത് മാത്രം വന്നിട്ടുള്ളൂ. ഫസ്റ്റ് ഇയേഴ്സിന്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതില് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്നൊരു ഇതിൽ തുടങ്ങിയ ഒരു പരിപാടിയല്ല ആഗ്നേയ എന്ന് പറയുന്നത്. ഒത്തിരി സാക്രിഫൈസസ് ഉണ്ട്, ഒത്തിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ എല്ലാ വർഷവും നടക്കുന്ന ഒരു പരിപാടി അത്രേ ഉള്ളൂ. പക്ഷെ അതല്ല ആഗ്നേയ എന്ന് പറയുന്നത്. ഇത്രയും ഇഷ്യൂസ് മറികടന്ന് വന്നൊരു പരിപാടിയാണ്. അപ്പൊ അതിനോടുള്ള നമ്മുടെ കോളേജിന് ആ സെക്കൻഡ് ആഗ്നേയ അല്ലെങ്കിൽ തേർഡ് ആഗ്നേയ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കോളേജിന് അത്രമാത്രം ഒരു ലെവലിലോട്ട് കൊണ്ടുപോയ ഒരു പരിപാടിയാണ്. പഠിത്തത്തിന്റെ കാര്യത്തിൽ ഒബ്വിയസ്ലി നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ വേറെ പല കാര്യങ്ങളിലും. അപ്പം ഫസ്റ്റ് ഇയേഴ്സ് മാക്സിമം ഇറങ്ങുക, പരിപാടിക്ക് വേണ്ടി ഇറങ്ങുക. നിങ്ങളില്ലാതെ ഈ പരിപാടി നടക്കത്തില്ല. നിങ്ങൾ ഈ വർഷം വോളണ്ടിയേഴ്സ് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വർഷം നിങ്ങളാണ് ഈ ഒരു പരിപാടി നടത്തേണ്ടത്. അപ്പം നിങ്ങൾ ഇപ്പൊ ഇറങ്ങിയില്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെ എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു സന്തോഷം അല്ലെങ്കിൽ സമാധാനം ഈ കോളേജിൽ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഫസ്റ്റ് ആഗ്നേയക്ക് നമ്മുടെ സീനിയേഴ്സും ബാക്കി എല്ലാവരും നേരിട്ട പ്രശ്നങ്ങളും മറ്റും കാരണം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കുക, ഇതിനുവേണ്ടി വരിക. പിന്നെ അലുമിനെ ഞാൻ മാക്സിമം സംസാരിക്കാറുണ്ട് എല്ലാ ആഗ്നേയക്കും. നമ്മുടെ ഒരു സപ്പോർട്ട് ഇവർക്ക് കൂടിയേ തീരുള്ളൂ. ആഗ്നേയയുടെ ഒരു ചെറിയ പാർട്ടെങ്കിലും എല്ലാവർക്കും അറിയാം ഇതിലുള്ള ബുദ്ധിമുട്ട്. അപ്പൊ നമ്മുടെ സൈഡിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക. ഇവരെ ഓരോരുത്തരെയും ചിലപ്പോൾ ഇൻഡിവിജ്വലായിട്ട് കോണ്ടാക്ട് ചെയ്യുമായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിലും ക്ലാസ് വൈസ് ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യും. അപ്പം പറ്റുന്ന രീതിയിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാം.